The different kind of English that prevailed or is still prevailing on the face of Kerala Kara. 90s. What year? Just leave it here. I already told you, na? Mid-90s. When I couldn't eat anything, I just had to wingify it. 2000 and later. You the cook, I the cook, we all are the cooking. I am the sorry, Aliya. I am the sorry. Now, yo bro, what's up bro? Everything is good bro. Everything is good, macha. എല്ലാവരും കൂടെ ഒത്തൊരുമിച്ചിരിക്കുന്ന സമയത്ത് ബടാ നമുക്കൊന്ന് റെസ്റ്റോറൻറ്റിൽ പോവാം. ഇംഗ്ലീഷ് നമുക്ക് വലിയ സെൻറ്റൻസ് ഒക്കെ പറയും. ലെറ്റ്സ് ഗോ ഔട്ട് ആൻഡ് ഹാവ് ഡിന്നർ ടു നൈറ്റ്. ഭയങ്കര ഇത്രയും വലിയ സെൻറ്റൻസ് ഒന്നും ആക്കി പറയണ്ട. വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാം, ലെറ്റ്സ് ഈറ്റ് ഔട്ട്. പരിപാടി കഴിഞ്ഞു. കുറച്ചും കൂടെ സംഗതി വ്യക്തമാക്കണമെന്നുണ്ടെങ്കിൽ ലെറ്റ്സ് ഈറ്റ് ഔട്ട് ടു നൈറ്റ്. സൂസമ്മ കാര്യമായിട്ട് എന്നാണ്ടൊക്കെ വായിച്ച് പഠിക്കുന്നുണ്ട്. എന്നാ സംഭവം നമുക്കൊന്ന് പോയി നോക്കാവേ. ചിന്തയിലാണല്ലോ. ഇങ്ങനെ പുസ്തകം എടുത്ത് വായിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളിങ്ങനെ പല പല കാടുകേറി ചിന്തകളിലേക്ക് പോകുന്നതിന് ബ്രൗൺ സ്റ്റഡി എന്നാണ് പറയുന്നത്. ബ്രൗൺ സ്റ്റഡി. ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒന്നിൽ കൂടുതൽ പ്രണയങ്ങളുള്ളവരെ നമുക്കറിയാമല്ലോ. നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ തന്നെ 44 പേരെയൊക്കെ ലൈൻ അടിക്കുന്നവരുണ്ടായിരുന്നു. എൻ്റെ കോളേജിലും ഉണ്ടായിരുന്നു, എൻ്റെ സ്കൂളിലും ഉണ്ടായിരുന്നു, ഞങ്ങളുടെ ക്ലാസ്സിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെയുള്ളവരുണ്ടല്ലോ, ഒന്നിലൊന്നും ഒതുങ്ങത്തില്ല. അവർക്ക് ഈ കമ്മിറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ സാധനം പറ്റത്തില്ല. അപ്പോൾ ഒന്നിൽ കൂടുതൽ സാധനങ്ങൾ ഇങ്ങനെ റോൾ ചെയ്ത് പോകുന്നതുകൊണ്ട് ഇവരെ റോളിംഗ് സ്റ്റോൺ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ അൺസ്റ്റേബിൾ പേഴ്സൺ. അടിപൊളി ട്രാവൽ ഫോട്ടോസ് എടുത്തിട്ട് ഏറ്റവും വലിയൊരു പ്രോബ്ലം ഇൻസ്റ്റഗ്രാമിൽ ഇടുമ്പം എൻ്റെ താഴെ ഒരു ക്യാപ്ഷൻ ഇടാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ എന്നുള്ള വേർഡാണ് എപ്പോഴും വരുന്നത്. അതൊന്ന് മാറ്റി പിടിച്ചിട്ട് നമുക്ക് മാഗ്നിഫിസൻറ്റ് പ്ലേസ്, ഓർ ഇറ്റ് വാസ് സച്ച് എ മാർവലസ് പ്ലേസ് ഇതൊക്കെ കേട്ടിട്ടുള്ളതാണ്. ഒന്ന് മാറ്റി പഠിക്കാം. ദിസ് പ്ലേസ് വാസ് സബ്ലൈം, ഇറ്റ് വാസ് ഡിവൈൻ എന്ന് പറയാം. സച്ച് എ ക്യാപ്റ്റിവേറ്റിംഗ് പ്ലേസ്, അല്ലെങ്കിൽ യു ക്യാൻ സേ സച്ച് എ സ്റ്റണിങ് പ്ലേസ്. മാമൻ സുഖമില്ലെന്ന് പറഞ്ഞൊരു പയ്യൻ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി. 2 മണിക്കൂർ കഴിഞ്ഞ് ഞാനൊരു കോഫി ഷോപ്പിൽ ചെല്ലുമ്പോൾ ഇവനോട് ഐസ്ക്രീം കഴിച്ചുകൊണ്ട് പെങ്കൊച്ചിനോട് ഇരിക്കുന്നു. ഇവനാണല്ലോ എന്ന് കരുതി തോളത്ത് തട്ടിയിട്ട് ഞാൻ ചോദിച്ചു, മാമന് പെങ്ങനോട് സുഖമായിട്ടിരിക്കുന്നു എന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, അയ്യോ നിങ്ങൾക്ക് ആൾ മാറിപ്പോയി. അപ്പോൾ ഞാൻ സോറി, ഞാൻ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഒരു പയ്യനാണെന്ന് വിചാരിച്ചാൽ സംസാരിച്ചു. അപ്പം പറഞ്ഞു, അത് എൻ്റെ ഇരട്ട സഹോദരനാണ് എന്ന് പറഞ്ഞു. അടുത്ത ദിവസം ഇങ്ങനെ അറ്റൻഡൻസ് എടുക്കാൻ ചെന്നപ്പോൾ ഇവൻ തന്നെ വന്ന് എന്നോട് പറയാണ്, ഇന്നലെ എൻ്റെ ഇരട്ട സഹോദരനെ കണ്ടായിരുന്നല്ലോ അല്ലേ എന്ന്. ഇവരുടെയൊക്കെ ധാരണ എന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ മണ്ടന്മാരാണെന്നാണ്. ദ ആക്ച്വൽ ഫാക്ട് ഇസ് ദാറ്റ് വി ഹാവ് ഗോട്ട് ആൻ ആർഗസ് ഐ. എന്നും മുടി അഴിച്ചിടുന്നതുകൊണ്ട് ഇന്നലെ ഒന്ന് കെട്ടിവെക്കാമെന്ന് വിചാരിച്ചു. മുടി കെട്ടി വെച്ചിട്ട് കയ്യിൽ പിടിച്ചിരിക്കുകയാണ്. ഒരൊറ്റ സ്ക്രഞ്ചി തലയിൽ കെട്ടുന്ന സാധനം കാണാനില്ല. ഒരു റബ്ബർ ബാൻഡ് പോലും ആ പരിസരത്ത് കാണാനില്ല. അങ്ങനെ ഒടുവിൽ സഹി കെട്ടിട്ട് കൈ കഴിച്ചിട്ട് ഞാൻ മുടി അഴിച്ചിട്ടിട്ട് നല്ലപോലെ ചീവി ഒരു ഹെയർ ബാൻഡും വെച്ച് ടേബിളിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ നോക്കിയെടുത്ത് തന്നെ ഒരു ഫുൾ സെറ്റ് കിടക്കുന്നു. ഐ കെയിം അക്രോസ് എ ഫുൾ സെറ്റ് ഓഫ് സ്ക്രഞ്ചീസ് യെസ്റ്റർഡേ ആഫ്റ്റർ സെർച്ചിങ് ഫോർ 5 hours. ഒരു കല്യാണത്തിന് പോകാനിടയെ അതിന് മുമ്പായിട്ട് അതിൻ്റെ കല്യാണക്കുറി തുറന്നപ്പോൾ അതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട് കോംപ്ലിമെൻറ്റ്സ് ബൈ കിത്ത് ആൻഡ് കിൻ. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ വീട്ടിലെ കസിൻ പിള്ളേർ വല്ലതും ആയിരിക്കുമെന്ന്. സോ ഞാൻ കല്യാണത്തിന് ഫോട്ടോ എടുക്കാൻ പെണ്ണും ചെറുക്കൻ്റെ കൂടെ പോയി നിന്നപ്പോൾ ചെറുക്കൻ്റെ കൈക്ക് പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, കിത്തനും കിന്നിനും ഒക്കെ സുഖമാണല്ലോ അല്ലേ എന്ന്. വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു ഇഡിയോമാറ്റിക് ഫ്രേസാണ്. ആൻഡ് ഇറ്റ് മീൻസ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്, അല്ലെങ്കിൽ നിയർ ആൻഡ് ഡിയർ. ഒന്ന് ചമ്മി, പക്ഷെ സാരമില്ല, ഓസിനൊരു വാക്ക് പഠിച്ചു. അപ്പം ഇംഗ്ലീഷ് ടീച്ചേഴ്സും എല്ലാം തികഞ്ഞവരല്ല എന്ന് മനസ്സിലായല്ലോ അല്ലേ. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഒരു കെട്ട് സാധനങ്ങളുമായിട്ട് റോഡ് സൈഡിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. പെട്ടെന്നൊരു വളവുണ്ട്. ആ വളവ് അങ്ങോട്ട് തിരിയുന്ന ഉടനെ പെട്ടെന്ന് ഒരാളുമായിട്ട് കൂട്ടിമുട്ടുന്നു. ലാ 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 ലാ, പഴയ ലവർ. ഒരു നിമിഷത്തേക്ക് ഫ്ലാഷ് ബാക്കുകളെല്ലാം വരുന്നു. സുഖമാണല്ലോ അല്ലേ. ഇങ്ങനെ വളരെ യാദൃശികമായിട്ട് ഒരാളെ കണ്ടുമുട്ടുന്നതിനെ പറയുന്നത് ബംപ്ഡ് ഇൻ ടു എന്നാണ്. ടുഡേ ഐ ബംപ്ഡ് ഇൻ ടു മൈ എക്സ് എന്ന് പറയാം.